ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിലെ വിജയം മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാണ്. ആര് ജയിക്കും എന്നത് അടുത്ത കേരള സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ പോലും താക്കോൽ ആരുടെ കൈകളിൽ വന്നു ചേരും എന്നതിന്റെ സൂചനയായി കാണാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. UDF സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം മാത്രം സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണ് CPIM. PV അൻവർ രാജിവെച്ച സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ തന്റെ സ്ഥാനത്തേക്ക് വിജയിയായി കൊണ്ടുവരുന്നതിനോട് PV അൻവർ നേരത്തെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജോയിയുടെ പേര് അദ്ദേഹം തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ ആരാവും സ്ഥാനാർത്ഥി എന്നതനുസരിച്ച് വേണം CPIMന് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ. ജോയിയാണ് UDF രംഗത്തിറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിക്കവാറും ആര്യാടൻ ഷൗക്കത്ത് മറുകണ്ഠം ചാടി CPM സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ വളരെ പ്രാമുഖ്യമുള്ള സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഷൗക്കത്തിനെയാണ് UDF പരിഗണിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ വോട്ട് വീഴുന്നത് DYFI പ്രസിഡന്റായ P ഷബീറിന് നറുക്കു വീഴും. ഇനി ഈ മുൻധാരണകളൊക്കെ മറികടന്നുകൊണ്ട് UDF സംസ്ഥാന നേതാക്കളിൽ ആരെയെങ്കിലും നിലമ്പൂരിൽ ഇറക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക ഇടതുപക്ഷം സ്വരാജിനെ രംഗത്തിറക്കിക്കൊണ്ടായിരിക്കും. ഈ പ്രതിബന്ധങ്ങൾ ചാടിക്കടന്ന് നിലമ്പൂരിൽ സീറ്റ് ഉറപ്പിക്കാൻ UDFന് കഴിയില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷം വെച്ചു പുലർത്തുന്നത്. UDFനെതിരെ പത്മവ്യൂഹം തന്നെയാണ് ഇടതുപക്ഷം നിലമ്പൂരിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ഈ ആഴ്ച തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇത്ര ചൂട് പിടിക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധമായി നടത്തിയ സർവേകളിലെല്ലാം നിലമ്പൂരിൽ മുൻതൂക്കം ലഭിക്കുന്നത് ജോയിക്കാണ്. അതുകൊണ്ട് തന്നെ അന്തിമഘട്ട തീരുമാനങ്ങളിൽ VS ജോയി തന്നെ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായേക്കാമെന്ന ഉറപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ PV അൻവർ VS ജോയിക്കെതിരായ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ PV അൻവറിന്റെ കൂടി അനുവാദം ലഭിക്കാതെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ VS ജോയിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ചുകൂടി വൈകുമെന്നാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും അന്തർധാരയിൽ VS ജോയി തന്നെ സ്ഥാനാർത്ഥി എന്ന കാര്യം തീരുമാനമായിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അഹമ്മദാബാദിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നടന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥി എന്ന ഐകകണ്ഠ്യേന തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ PV അൻവറിന്റെ തീരുമാനം വളരെ നിർണായകമാണ് ഈ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെയാവും. നിലമ്പൂരിലെ തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പക്ഷേ UDF സ്ഥാനാർത്ഥി നിർണയം വരെ കാത്തിരുന്ന ക്ഷമയോടെ ഇടതുപക്ഷം ഷൗക്കത്തിനെ രംഗത്തിറക്കുന്നത് വെറുതെയാകില്ല എന്ന കാര്യവും ഉറപ്പാണ്. PV അൻവറിന്റെ കൂടി സ്വാധീനം നിലമ്പൂരിലെ വോട്ട് പിടിക്കുന്നതിന് UDF നേതൃത്വത്തിന് ആവശ്യമാണ്. എന്നാൽ PV അൻവർ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടാൽ UDFിലേക്കുള്ള അൻവറിന്റെ കടന്നുവരവ് വളരെ പരിതാപകരമായിരിക്കും. മറുകണ്ഠം ചാടി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ അൻവറിന് തിരിച്ചടി നൽകുവാൻ എന്ന ഉദ്ദേശം കൂടി നിലമ്പൂരിലെ വിജയത്തിന് ഇടതുപക്ഷത്തിന് ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേപോലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നിലമ്പൂർ നിർണായകമാണ്.